ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഫ്രീസ് ചെയ്ത ചക്ക വേവിച്ച് മീൻ കറിയായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പോണേ. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. ആദ്യം നമുക്ക് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക എടുക്കാം ഫ്രിഡ്ജിൽ നിന്ന്. ഞാനിവിടെ ഓരോ പാക്കറ്റായിട്ട് ഫ്രീസ് ചെയ്ത് ചക്ക വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കുറേ നാൾ ഏകദേശം ഒരു മാസമായി. നമുക്കിവിടെ ഒരു കൊല്ലം വരെ ഉള്ള ചക്ക ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്ന ഒരു വർഷം പഴക്കമുള്ള ചക്കയാണ്. അപ്പോൾ അത് എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ്. ചക്കയൊക്കെ നല്ല പച്ചച്ചക്ക വേവിക്കുന്ന പോലെ തന്നെ എല്ലാം വെന്ത് വരുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ടാണ് വേവിച്ചത്. ഇനി ഇതിനകത്തേക്ക് അരപ്പിട്ടാൽ മതി. നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ട് അതുപോലെ തന്നെ മീൻ വെള്ളത്തിപ്പം അതും കൂടെ കുറച്ച് ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. അതായത് തേങ്ങയും ജീരകവും വെളുത്തുള്ളി അരച്ചു. അതോടൊപ്പം തന്നെ മീനിന് വേണ്ടി ഉള്ളത്തെ ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില എല്ലാം കൂടെ ചേർത്തും കൂടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇളക്കിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. മീൻ കറിയും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് വേകട്ടെ. അങ്ങനെ നമ്മൾ ചക്ക വേവിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ഇനി തേങ്ങ അരച്ച് ഒഴിക്കണം. ഇത് മാങ്ങ ഇട്ട് ഞാൻ കറി വെച്ചാണ്. കടുക് മാങ്ങയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ മാങ്ങയിൽ നിന്ന് കുറച്ചെടുത്ത് കറി വെച്ചാണ്. വലിയ നല്ല മാങ്ങയായിരുന്നു. അതും കൂടി ഇട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റ്. ഇനി മീൻ ഇവിടെ വറുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് നല്ല നെയ്യുള്ള മീനായതുകൊണ്ട് വാളമീനാണ്. പെട്ടെന്ന് വേകുകയും ചെയ്യും. അതുപോലെ നല്ല ടേസ്റ്റാണ് നെയ്യൊക്കെ ഉള്ളതുകൊണ്ട്. ശരിയെന്നാൽ അതേ ആക്കിയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ തേങ്ങയൊക്കെ അരച്ചിട്ട് റെഡിയായി. ഇനി ഇതിനകത്ത് ഈ മീൻ വറുത്തതിനകത്തുള്ള കറിവേപ്പിലയൊക്കെ കുറച്ച് എണ്ണയൊക്കെ നമ്മൾ ഇതിൽ നിന്നെടുത്ത് ഇതിലേക്ക് ഇടും. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ സാധാരണ മീൻ കറി വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ വറുത്തതിൻ്റെ കറിവേപ്പിലയെല്ലാം കൂടി ഇതിനകത്തോട്ട് കഴിക്കും. ബാക്കി എല്ലാം മിച്ചം വന്ന എണ്ണയും കൂടെ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കറിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പും മുളകും എരിവും പുളിയും എല്ലാം കറക്റ്റാണ് നമ്മുടെ മീൻ കറിക്ക്. അപ്പോൾ ഇനി നമുക്കത് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ മീൻചട്ടി കണ്ടല്ല വാലുള്ള ചട്ടിയാണ്. കുറേ നാളായി ഞാനിത് വാങ്ങിയിട്ട്. അപ്പോൾ ഇത് വളരെ ഉപയോഗപ്രദമായ ഒരു ചട്ടിയാണ്. നമുക്ക് അതിൻ്റെ വാലിൽ പിടിച്ച് നമുക്ക് എടുക്കുകയൊക്കെ ചെയ്യാം. ഇതോടൊപ്പം തന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫിഷ് ഫ്രൈയിലുണ്ടായിരുന്ന കരിവേപ്പിലയും എണ്ണയുടെ ബാക്കിയൊക്കെ ഞാൻ മീൻ കറിക്കകത്ത് തന്നെ ഒഴിച്ചു. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാണ് നമുക്ക് ഇന്ന് ചക്ക വേവിച്ചത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ചക്ക വേവിച്ചതിന് ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ സാധാ ചക്ക വേവിച്ചതുപോലെ തന്നെ ഇരിക്കും. അതായത് ഫ്രഷായിട്ട് ചക്ക വേവിച്ചതുപോലെ തന്നെയാണ് നമ്മളിങ്ങനെ ഫ്രീസ് ചെയ്ത് ചക്ക വേവിച്ചാലും ഇരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് എപ്പോൾ ആഗ്രഹം തോന്നുന്നു അന്നേരം എടുത്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇങ്ങനെ നിന്ന് നമ്മൾ ചക്ക വേവിച്ചതും മീൻ കറിയും മീൻ വറുത്തതും കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത്. എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനിയും അവിടെ ഉള്ളവരാണെങ്കിൽ ചക്ക ഇതുപോലെ അടർത്തിയെടുത്ത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് എടുത്ത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും മറ്റൊരു നല്ല വിഭവമായിട്ട് കാണാം. ടിൽ ദെൻ ഫ്രം മാഗീസ് കിച്ചൻ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ചാനലിൽ കൂടെ തന്നെ കാണാം. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും ചക്കയൊക്കെ എടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ച് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. നിങ്ങൾ എങ്ങനെയാണ് ചക്ക ഫ്രീസ് ചെയ്യുന്നതെന്നോട് പറയും. ഞാനൊന്ന് പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ചക്ക എടുത്ത് കവറിലാക്കി എടുത്ത് വെക്കുന്നത്. അങ്ങനെ വെച്ചാൽ നമുക്ക് ഒരു വർഷമോ 2 വർഷമോ ഒക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. യാതൊരു കേടുമില്ല. അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.